തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് കൊച്ചു ത്രേസ്യ തികച്ചും ബോധ്യവതിയായിരുന്നു. പരിപൂർണമായും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആഗ്രഹം ഒരു വശത്ത്, അതിനുള്ള കഴിവുകേട് മറുവശത്ത്. കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നപ്പോഴാണ് വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ലിഫ്റ്റിനെ കുറിച്ച് അവൾ ചിന്തിച്ചത്. ചിന്തകൾ പ്രാർത്ഥനകളായപ്പോൾ മനസ്സിൽ നിറഞ്ഞത് യേശയ്യാ 66:22 അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ പാലൂട്ടുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ഈ വചനം അവളുടെ മനസ്സിനെ പ്രകാശിപ്പിച്ചു. അവൾ നിറഞ്ഞ ആനന്ദത്തോടുകൂടെ ഈശോയോട് പറഞ്ഞു, എത്ര മധുരമായ വാക്കുകൾ! ഇതിനു മുൻപ് എൻ്റെ ആത്മാവ് ഇത്രയ്ക്ക് ആനന്ദം അനുഭവിച്ചിട്ടില്ല. യേശുവേ, സ്വർഗത്തിലേക്ക് എന്നെ ഉയർത്തുവാനുള്ള ലിഫ്റ്റ് നിൻ്റെ കരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയരെ, എന്താണ് ഈ ലിഫ്റ്റും ഈശോയുടെ കരവും? യേശുവിൻ്റെ കരം എന്നാൽ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാലല്ല, അത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാലാണ് എന്നാണ് അർത്ഥം. അവൾ പറയുന്നു, ഇതിന് ഞാൻ വളരേണ്ടതില്ല, ഞാൻ ചെറുതായിരിക്കണം, ചെറുതായിക്കൊണ്ടേയിരിക്കണം. നാം പൂർണ്ണമായി ചെറുതായി കഴിയുമ്പോൾ ദൈവം എല്ലാം നൽകും, ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് എല്ലാം നൽകുന്നത് പോലെ. അതിനാൽ അവൾ പറയുന്നു, ചെറിയ കാര്യങ്ങൾ പ്രിയ മക്കളെ നിങ്ങൾ കൂടുതൽ സ്നേഹത്തോടെ ചെയ്യുക. ഇത് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ചെറിയ കാര്യങ്ങളെ കൂടുതൽ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധയായി തീർന്ന ഞങ്ങളുടെ പൊന്നു കൊച്ചു ത്രേസ്യയെ, അങ്ങയെപ്പോലെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ എന്നാൽ കൂടുതൽ സ്നേഹത്തോടെ പൂർത്തിയാക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കണമേ. അങ്ങനെ സ്നേഹത്തിൻ്റെ കുറുക്ക് വഴി ഞങ്ങളും അങ്ങയെപ്പോലെ തേടട്ടെ. ആമേൻ.